എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, അങ്ങനെ മറ്റൊരു മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദ ബീസ്റ്റ് വിത്തിൻ, ഒരു ബ്രിട്ടീഷ് മൂവിയാണ്. ബ്രിട്ടീഷ് മൂവി എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതലും ഇത് ഷൂട്ട് ചെയ്ത് ബ്രിട്ടനിലാണ്. അഭിനയിക്കുന്നതെല്ലാം ബ്രിട്ടീഷാണ്. ഡയറക്ടർ ബ്രിട്ടീഷാണ്. അപ്പോൾ പിന്നെ ബ്രിട്ടീഷ് മൂവി എന്നല്ല വിളിക്കേണ്ടത്. സോ എനിവേ, ബീസ്റ്റ് വിത്തിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ബുക്കിനായിട്ട് വലിയ സാമ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ ആ ബുക്ക് വായിച്ചിട്ടില്ല. പിന്നെ സംഭവം, ഈ സിനിമ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാൻ കാരണം ബിക്കോസ് ഇതൊരു ഹൊറർ മൂവിയാണ്. ഹൊറർ ത്രില്ലർ ജോണറിൽ വരുന്നൊരു ഫിലിമാണ്. പ്രത്യേകിച്ച് ഇതൊരു വെയർവൂൾഫ് എന്ന് പറഞ്ഞ ഒരു ഫോക്ലോറിനെ സംബന്ധിച്ച് അതിന് സംബന്ധമായിട്ടുള്ള ഒരു സിനിമയാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എന്താ പറയുക, ഒരു തീമാണ് ഈ വെയർവൂൾഫ്, വാമ്പയർ. സോംബീസ് എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ ഈ വെയർവൂൾഫാണ് എനിക്ക് കൂടുതലും അതിലിഷ്ടം. അതുപോലെ ഏലിയൻസ്, സൈഫൈ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഹൊറർ മൂവീസിൽ ഇങ്ങനത്തെ ഓരോ എലിമെൻറ്റ്സ് കൂടി അതിൻ്റെ ഒപ്പം ചേർന്ന് വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത് കാണാൻ. നോർമൽ ഒരു പ്രേതത്തിനെ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു എന്താ പറയുക, ബെറ്ററായിട്ട് നമുക്കൊരു സമയം പാഴാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ വെയർവൂൾഫ്, വാമ്പയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ ഈ മൂവി ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അലക്സാണ്ടർ ജേവില്ലോ, അങ്ങനെ എന്തോ പറഞ്ഞു, ഒന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന അലക്സാണ്ടർ ജെ ഫെറൽ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. പക്ഷേ പുള്ളിയുടെ മൂവി ഒന്നും ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു എന്താ പറയുക, ഭയങ്കര വെൽ നോൺ ആയിട്ടുള്ളൊരു ഡയറക്ടറൊന്നുമല്ല. അറ്റ്ലീസ്റ്റ് എന്നെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ മൂവി കണ്ടിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് ഈ മൂവി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ മെയിൻ കാരണം എൻ്റെ ഒരു എനിക്കിഷ്ടപ്പെട്ടൊരു നടൻ കിറ്റ് ഹാരിങ്ടൺ. കിറ്റ് ഹാരിങ്ടണിനെ നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഗെയിം ഓഫ് ത്രോൺസിൽ ജോൺ സ്നോ എന്ന ക്യാരക്ടർ ചെയ്ത ആക്ടറാണ് കിറ്റ് ഹാരിങ്ടൺ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറായിരുന്നു ഗെയിം ഓഫ് ത്രോൺ സീരീസിൽ. സോ പുള്ളിയുടെ ഒപ്പം തന്നെ മറ്റേ ഗെയിം ഓഫ് ത്രോൺസിൽ മറ്റേ നോർത്തിലൊരു വാളുണ്ടല്ലോ, അവിടുത്തെ ഒരു കമാൻഡർ ഒന്നുണ്ടായിരുന്ന ഒരു ആളുണ്ട്. പുള്ളിയുടെ പേര് എനിക്കറിയാം, പക്ഷേ ജെയിംസ് കോസ്മോ എന്നാണ് പുള്ളിയുടെ ഒറിജിനൽ പേര്. ഇദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരും ഈ സിനിമയിലുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് നടന്മാരാണ്, ക്യാരക്ടേഴ്സും ആയിരുന്നു ഗെയിം ഓഫ് ത്രോൺസിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തത് ഈ സിനിമ കാണാൻ ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തു. ഇപ്പോൾ അടുത്ത് ഈ സിനിമ OTT ഇറങ്ങി. തിയേറ്ററിലൊന്നും ഇത് വന്നായിട്ട് എനിക്ക് ഇവിടെ നിന്നും ഇറങ്ങിയതായിട്ട് എനിക്ക് അറിവുണ്ടായിരുന്നില്ല. OTT ഇറങ്ങിയെന്നിപ്പോൾ എനിക്ക് അറിഞ്ഞോടെ ഞാൻ സംഭവം കണ്ടു. അപ്പോൾ എനിവേ, കൂടുതൽ മുഖവരയില്ലാതെ നമുക്ക് സംഭവത്തിലേക്ക് എടുക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലോട്ട്, ഒരു വെയർവൂൾഫ് എന്ന് പറഞ്ഞ ഒരു എലിമെൻ്റ് ഇതിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇതിൽ. ബേസിക്കലി ഞാനീ പറഞ്ഞാൽ ഈ ഹൊറർ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് വെയർവൂൾഫ് എന്ന് പറയുന്ന ജോണറും ആ ഒരു എലിമെൻ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അല്ലാത്തവർക്ക് എനിക്ക് തോന്നുന്നില്ല ഈ പടം ഇഷ്ടപ്പെടുന്നു, അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ ഇതൊരു നല്ല ഒരു സൈക്കോ ത്രില്ലർ കൂടിയാണ്. ബിക്കോസ് ഈ പടം ഒരു വെയർവൂൾഫിനെ പറ്റിയുള്ള ഒരു പടം ആണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു എൻഡിങ് വരുന്നത് കുറച്ചൊരു എന്താ പറയുക, ഒരു സോഷ്യൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജും അല്ലെങ്കിൽ ആ ഒരു എലിമെൻറ്റ്സൊക്കെ കൂടിച്ചേർത്ത് ഒരു അബ്യൂസും അങ്ങനെയുള്ളൊരു സംഭവമൊക്കെ ആയിട്ട് വരുന്ന രീതിയിൽ മാറി വരുന്നൊരു സിനിമയായിട്ടാണ് ലാസ്റ്റ് വരുന്നത്, ഈവൻ ദോ ദിസ് ഇസ് എ വെയർവൂൾഫ് മൂവി. അപ്പോൾ അത് സംഭവം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ അതിൻ്റെ കഥയൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് കാണാനുള്ളൊരു എന്താ പറയുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് തോന്നില്ല, എക്സൈറ്റ്മെൻറ്റ് തോന്നില്ല ഞാൻ അതിൻ്റെ ഫുൾ കഥ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ സംഭവം ഞാൻ ഇത്ര പറഞ്ഞുതരാം. ഒരു ലണ്ടൻ എന്ന് പറയാൻ പറ്റില്ല, ബ്രിട്ടനിലെ അല്ലെങ്കിൽ UK ഒരു സബർബ്സ് എന്ന് പറഞ്ഞാൽ കാടും പ്രദേശത്ത്, ഈ സ്കോട്ട്ലാൻഡ് ആണോന്ന് പറഞ്ഞാൽ അയർലാൻഡാണോ ആണോ ഒരു കാടും പ്രദേശത്ത് താമസിക്കുന്ന ഒരു ഫാമിലി. ഇവർ ഭയങ്കര ഒരു സെക്ലൂർഡ് ആയിട്ടുള്ള ഒരു റീജിയനിൽ താമസിക്കുന്നത്.
അടുത്തൊന്നും മൈലുകളോളം അല്ലെങ്കിൽ കിലോമീറ്ററുകളോളം ആൾവാസമല്ലാത്തൊരു സ്ഥലം, ഒരു കാട്, അങ്ങനെയുള്ളൊരു ഏരിയയിലാണ് അവർ താമസിക്കുന്നത്. അതൊരു പഴയ ഒരു ജന്മി കുടുംബമാണ്. ഇവരൊരു ആൻസിസ്ട്രൽ പാലസ് ഒക്കെ പോലെ ഒരു ഭയങ്കര ഒരു മാൻഷൻ പോലത്തെ സംഭവത്തിലാണ് താമസിക്കുന്നത്. പക്ഷെ ഭയങ്കര മാൻഷൻ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഹൈഫൈ സംഭവമൊന്നുമല്ല. പൊളിഞ്ഞ അടങ്ങി പഴഞ്ചൻ ഒരു നമ്മളെ നാലുകെട്ടൊക്കെ എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഇതിലൊരു അച്ഛൻ, അമ്മ, ഒരു കൊച്ചുമോള്, പിന്നെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയുടെ ഫാദർ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇങ്ങനെ ഒരു സ്ഥലത്താണ് ഒരു ഭയങ്കര എലോൺ ആയിട്ടുള്ള ഭയങ്കര റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ സ്റ്റോറി സംഭവിക്കുന്നത് തന്നെ. സോ ഇതിലാദ്യം തന്നെ ഒരു സസ്പെൻസ് എന്നുള്ള രീതിയിൽ ഇവർ കാണിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ കൊച്ചിൻ്റെ ഫാദറാണ് കിറ്റ് ഹാരിങ്ടൺ, നോവ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ അസുഖങ്ങൾ വരുന്ന പോലെ കാണിക്കുന്നു. പുള്ളിക്ക് സ്ലീപ്ലെസ് നൈറ്റ്സ്, അങ്ങനെ പുള്ളി ഭയങ്കര പെയിൻ, ഹി ഗോസ് ത്രൂ എ ലോട്ട് ഓഫ് പെയിൻ, അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കൊച്ചിൻ്റെ അമ്മ ഇയാളെ എടുത്തിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്, എന്തോ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനെന്ന പോലെയോ. പക്ഷേ പിറ്റേ ദിവസം രാവിലെയാണ് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ പാതിരാത്രിക്കാണ് അമ്മ തിരിച്ചു വരുന്നത്. പക്ഷേ അച്ഛനെ കൊണ്ടുവരുന്നത് വേറൊരു ദിവസം. പുള്ളി ആകെ ടയർഡായിട്ട്, മേത്തൊക്കെ ആകെ ചോരപ്പാടും അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത്. ആകെ ടയർഡായിട്ട്, മീൻസ് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. അപ്പോൾ ഇതൊക്കെ ഈ കൊച്ചിനൊരു കൊച്ചിന് മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന്. തൻ്റെ ഫാദറിന് എന്താണ് സംഭവിക്കുന്നതെന്ന് ആ കൊച്ചിന് മനസ്സിലാവുന്നില്ല. ഇവരൊട്ട് പറയുന്നില്ല, ഇത് ഭയങ്കര സീക്രട്ടായിട്ട് അവർ കീപ്പ് ചെയ്യാണ്. പിന്നെ പുറത്തൊരു വേൾഡായിട്ട് അവർക്ക് ആകെ ഒരു ബന്ധമില്ല. ഈ കൊച്ച് സ്കൂളിൽ പോകുന്നില്ല, കൊച്ച് പഠിക്കാൻ പോകുന്നില്ല. പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീട്ടിലുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കുട്ടി നോളജ് എടുക്കുന്നത്. പിന്നെ ഇവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കൂടുതലും ഫാം വർക്കാണ്, അവരെ വീടിൻ്റെ കോമ്പൗണ്ടിലുള്ള ഫാം. പിന്നെ അധികം പുറത്തു പോകാനൊന്നും അധികം അനുവദിക്കുന്നില്ല. മീൻസ് കാടിൻ്റെ അവിടേക്കൊന്നും പോകാനൊന്നും ഈ കൊച്ചിന് അനുവാദമല്ല. കുട്ടി കൂടുതലും ഈ ഒരു വീട്ടുതടങ്കെന്നുള്ള രീതിയിൽ ഒരു ഹൗസ് അറസ്റ്റ് പോലെയാണ് താമസിക്കുന്നത്. ഇവരും അതേപോലെ തന്നെയാണ്, പുറത്തൊരു ലോകമായിട്ട് ബന്ധമില്ല. വല്ലപ്പോഴും ഇടയ്ക്ക് ടൗണിൽ പോയിട്ട് സാധനങ്ങൾ എന്തോ മേടിക്കാൻ വേണ്ടി മാത്രം പോകുന്ന ഒരു പഴഞ്ചൻ ഒരു റേഞ്ചറോ ഒരു ഡിഫൻഡർ ഉണ്ട്, അതിലാണ് അവർ പോകുന്നത്. സോ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു മുന്നോട്ടുള്ള പോക്ക്. പക്ഷെ ഇത് നിങ്ങൾ കാണേണ്ട ഒരു സിനിമയാണെന്ന് ചോദിച്ചാൽ ശരിക്കും കാണേണ്ട ഒരു സിനിമയാണ്. ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊരു വെയർവോൾഫ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതിന് കൂടുതൽ ഈ കൊച്ച് ഈ അച്ഛനെ കാണുന്നത് ഒരു മോൺസ്റ്ററായിട്ടാണ്. അതാണ് ഈ മോൺസ്റ്റർ വിത്തിൻ. ഈ കൊച്ച് കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ഈ മദറിനെ അബ്യൂസ് ചെയ്യുന്ന കുറേ അതൊക്കെയാണ് കൊച്ച് കാണുന്നത്. പക്ഷേ അതിൽ കൊച്ച് കാണുന്നതായിട്ട് ഒരു കാണിക്കുന്നതൊക്കെ വളരെ അവസാനമാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു പോയി, ഇനിയിപ്പോൾ നിങ്ങളെന്തായാലും സിനിമ കാണണത്. സോ അങ്ങനെ ഒരു രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കൊച്ചിൻ്റെ മനസ്സിൽ ഈ അച്ഛൻ്റെ രൂപം ഒരു വെയർവൂൾഫിൻ്റെയാണ്, ഒരു മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ അവരെ ഫോക്ലോറിൽ അല്ലെങ്കിൽ ആ കൊച്ച് വായിച്ച പുസ്തകങ്ങളിലുള്ള ഒരു മോൺസ്റ്ററിൻ്റെ രൂപമാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റേ റെഡ് റൈഡിങ് ഹുഡിൻ്റെ സ്റ്റോറിയിലൊക്കെ വൂൾഫ്സാണ് ബാഡ് വൂൾഫ്സ്, അവരാണ് ഈ ബാഡ് ക്യാരക്ടേഴ്സും അങ്ങനെ മോൺസ്റ്റർ ആയിട്ടുള്ള. അപ്പോൾ അങ്ങനത്തെ ബുക്കുകളൊക്കെ വായിച്ച് വളരുന്ന കൊച്ചാണ്. അപ്പോൾ അതിൻ്റെ മനസ്സിൽ ഈ അച്ഛൻ്റെ രൂപം എപ്പോഴും കാണുന്നത് വെയർവൂൾഫായിട്ടാണ്. അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ അച്ഛന് ഭ്രാന്ത് പിടിക്കുന്ന സമയത്ത് ഈ വെയർവൂൾഫിൻ്റെ ഒരു രൂപത്തേക്ക് മാറിപ്പോകുന്ന രീതിയിലാണ് ഈ കൊച്ച് അങ്ങേരെ കാണുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഒരു ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിയിലുണ്ടാവുന്ന ഫിസിക്കൽ അബ്യൂസ്, ആ ഫിസിക്കൽ അബ്യൂസിൻ്റെ കാരണങ്ങൾ, ചൈൽഡ്ഹുഡ് ട്രോമ, ചൈൽഡ്ഹുഡ് അബ്യൂസ്, അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് സിനിമ മുന്നോട്ട് പോയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നോർമൽ ഹൊറർ ഫിലിമായിട്ട് നമ്മൾ കണ്ടാൽ പോലും ഇതിന് എൻഡിൽ വരുമ്പോൾ നമ്മൾ ഈ നൈറ്റ് ശ്യാമളൻ്റെ ഫിലിമൊക്കെ കാണില്ലേ, അയ്യടാന്നായി പോവും. നമ്മൾ ഇത്ര നേരം കണ്ടിരുന്ന സംഭവം അല്ലല്ലോ ഇവരുദ്ദേശിച്ചതെന്ന് നമ്മൾ അവസാനം ചിന്തിച്ച് പോകും. അങ്ങനെയാണ് ഫിലിമിൻ്റെ എൻഡിങ് വന്ന് നിൽക്കുന്നത്. അതൊക്കെ വളരെ രസമായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാനിതൊരു സാധാരണ ഒരു വെയർവൂൾഫ് മൂവി എന്നുള്ള രീതിയിൽ ട്രെയിലറൊക്കെ കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നി. ബീസ്റ്റ് വിത്ത് ഇവൻ ചേഞ്ച് ട്രാൻസ്ഫോർമേഷനും അതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഈ വെയർവൂൾഫ് ആയി കഴിഞ്ഞാൽ അമ്മേനെയും മോളെ അറ്റാക്ക് ചെയ്യാനൊക്കെ വരുന്നുള്ളത് അതൊക്കെ ഇതിലും കാണിക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ടൊക്കെ കാണിക്കുന്നു. പക്ഷേ ഇതിൻ്റെ
ഇതിൻ്റെ ഒരു ഉൾഭാഗം എന്ന് പറഞ്ഞാൽ ഉള്ളടക്കം, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അണ്ടർലൈങ് ഫാക്ടേഴ്സാണ് നമ്മൾ ഈ ലാസ്റ്റിലൊരു കാണുന്ന ഒരു സീനിൽ കൂടെ നമ്മൾ പിന്നെ ചിന്തിക്കുന്നത്. ഇതായിരുന്നല്ലോ ശരിക്കും സംഭവിച്ചത് എന്നാണ് നമ്മൾ പിന്നെ ചിന്തിച്ചു. അങ്ങനെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ട്വിസ്റ്റ് ഈ സിനിമയിലുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് സാധാരണ കാണുന്നവർക്ക് അത് ക്ലിക്കാവോ ഇല്ലെന്ന് അറിഞ്ഞൂടാ, പക്ഷെ എനിക്കത് ക്ലിക്കായി. ബിക്കോസ് ഞാൻ ഇങ്ങനത്തെ സിനിമകൾ കുറേ കാണാണ്, ഈ സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് കുറേ കാണാറുള്ളതുകൊണ്ട് എനിക്കത് ക്ലിക്കായി. ഇനിയിപ്പോൾ നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ പറയും നിങ്ങൾക്കത് ക്ലിക്കായോ ഇല്ലയെന്ന്. ബിക്കോസ് ഈ ക്ലിനിക്കൽ ലൈക്കാൻത്രോപ്പി എന്ന് പറഞ്ഞ സംഭവം അത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് പല പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലൈക്കാൻത്രോപ്പി എന്ന് പറഞ്ഞൊരു വോൾഫിൻ്റെ അത് മാത്രമല്ല, ഈ എനിമലിസ്റ്റിക് ബിഹേവിയർ, അങ്ങനെ ഒരു ക്ലിനിക്കൽ എനിമലിസ്റ്റിക് ബിഹേവിയർ എന്നുള്ളൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം പലർക്കും ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ വരെ ആൾക്കാർക്കുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ ഈ 2 വയസ്സായ കുട്ടിയൊക്കെ അവർ റേപ്പ് ചെയ്ത് പോലും എന്നൊക്കെ. ഇതൊക്കെ ഇങ്ങനത്തെ ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷെ അവരുടെ മനസ്സിൽ അവരൊരു എനിമലാണ് ആ സമയത്ത്, ഒരു മനുഷ്യനല്ല. അവരങ്ങ് ട്രാൻസ്ഫോർം ചെയ്യുക ഒരു വേറെ ജീവിയായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കണക്ഷൻ ഉള്ളൊരു മൂവിയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ ഗൈസ്, ഇഫ് യു ലൈക്ക് ഹൊറർ മൂവീസ്, ഇഫ് യു ലൈക്ക് werewolf movies, and if you like this kind of twist in the movies, അങ്ങനൊരു നമ്മൾ ചിത്രത്താഴെ കണ്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ ഭയങ്കര ഗോസ്റ്റും ഇതാക്കും, പിന്നെ അതൊരു സയൻറ്റിഫിക്കലി പ്രൂവൺ ഒരു സംഭവമായിട്ട് അവർ കൊണ്ടിരുന്നത്. അതേപോലെ ഒരു സംഭവമാണ് ഇതിലും കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അത്ര വലിയൊരു സംഭവം അല്ലെങ്കിൽ പോലും ഇതിൻ്റേതായുള്ള രീതിയിൽ വളരെ എന്താ പറയുക റോ ഫോർമാറ്റിൽ അവർ കാണിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. സോ ആൻഡ് പെർഫോമൻസ് വൈസ് കിറ്റ് ഹാരിങ്ടണിന് വളരെ കുറച്ച് സീനുള്ളൂ. പക്ഷെ ആ മോളും ആ അമ്മയും ആ അപ്പൂപ്പനും അവരെ ഒക്കെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ, അവരൊരു ആക്ടിങ് കൂടിയാണ് ഈ മൂവി കുറേ മുന്നോട്ട് പോകുന്നത്. സോ ഇഫ് യു ഗെറ്റ് ടൈം വാച്ച് ഇറ്റ്. ദ ബീസ്റ്റ് വിത്തിൻ 2024 റിലീസാണ്. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ജംസ് സ്കെയർ സീൻസ് ചില സീനിലൊക്കെ ഉണ്ട്. പക്ഷേ അത്ര വലിയ ഒരു പേടിപ്പിക്കുന്ന പടമല്ല. ബട്ട് മോർ ഓവർ ഇതൊരു സോഷ്യൽ മെസ്സേജും ഇതിൻ്റെ ബാക്കിലുണ്ടെന്നുള്ളൊരു ഇതിലാണ് നമുക്ക് ഇത് കണ്ടു തീർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഓൾറെഡി ക്ലൂ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഗൈസ് ഒന്ന് കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസ് ഇടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.